സീസ തോമസ് കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായ ശേഷം നടന്ന ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ചാൻസലറായ ഗവർണർ. ഗവേണിംഗ് കൌൺസിൽ യോഗത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ പങ്കെടുത്തത്. 9 മാസത്തിനു ശേഷം സർവകലാശാല ബജറ്റ് യോഗം പാസാക്കി. കേരള സാങ്കേതിക സർവകലാശാലയിലെ ഭരണസ്തംഭനവും പ്രതിഷേധങ്ങളുമെല്ലാം താൽക്കാലികമായി അവസാനിച്ചു. ഡോക്ടർ സീസ തോമസ് വിളിച്ച ആദ്യ ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ നേരിട്ട് പങ്കെടുത്തു. ഗവേണിംഗ് കൌൺസിൽ അംഗവും CPIM MLAയുമായ IB സതീഷും ചേർന്നാണ് ഗവർണറെ സ്വീകരിച്ചത്. മാർച്ച് മാസത്തിൽ പാസാക്കേണ്ട സർവകലാശാല ബജറ്റ് ഗവർണറുടെ സാന്നിധ്യത്തിൽ യോഗം പാസാക്കി. 23 അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് ഇപ്പം ബോർഡ് ഓഫ് ഗവർണൻസ് മീറ്റിംഗ് ആണ് നടന്നത്. അത് കഴിഞ്ഞ ഒക്ടോബർ 2024 ലാസ്റ്റ് നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2025-26 ബഡ്ജറ്റ് നമുക്ക് പാസ്സാക്കാൻ പറ്റിയിരുന്നില്ല. അതിവിടെ വെച്ച് പാസ്സാക്കുകയാണ് ചെയ്തത്. പിന്നെ മെയിനായിട്ടൊരു അജണ്ട ഉണ്ടായിരുന്നത് PhD കുട്ടികളുടെ ഡിഗ്രി കൺഫർ ചെയ്യുന്നതും 1 വർഷമായിട്ട് അത് പെൻഡിങ് ആയിരുന്നു. അതും ഇന്നത്തെ മീറ്റിംഗിൽ അപ്രൂവ് ആയിട്ടുണ്ട്. 2024 ഒക്ടോബറിന് ശേഷം സർവകലാശാലയിൽ ഗവേണിംഗ് കൌൺസിൽ യോഗം ചേർന്നിട്ടില്ല. ഇടതംഗങ്ങളും സർക്കാർ പ്രതിനിധികളും വിട്ടുനിന്നതിനാൽ കോറം തികയാതെ യോഗം പിരിയുകയായിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും സമവായത്തിലെത്തിയതോടെയാണ് IB സതീഷ് MLA അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.